സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. കാളികാവ് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. 200-ലേറെ കവുങ്ങുകളും റബ്ബർ തൈകളും നശിപ്പിച്ചു. ആഴ്ചകളായി നിരന്തരം കാട്ടാനക്കൂട്ടം എസ്റ്റേറ്റിൽ ഇറങ്ങുന്നത് തൊഴിലാളികളുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. എസ്റ്റേറ്റിന്റെ 2003 ഡിവിഷൻ 7-ലെ പാടി എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രി ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചത്. അതിരാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് ബഹളം വെച്ച് ആനകളെ തുരത്തിയത്. ഏതു സമയത്തും ആനകളുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. ഞാൻ രാവിലെ ഒരു 5:45 ആകുമ്പോൾ ടാപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100 മീറ്റർ അകലെ നിന്നാണ് ആനയും കുട്ടികളെയും കാണാൻ സാധിച്ചത്. പക്ഷെ ശബ്ദം കേട്ടപ്പോഴേക്ക് പിന്നെ ആന കയറി പോവുക ചെയ്തത്. ഇവിടെ ഞങ്ങൾ പാലരിക്കുന്ന ഇവിടെ റാട്ടുണ്ട്, അതിന്റെ തൊട്ടടുത്ത് പിന്നെ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ആ കവുങ്ങൊക്കെ നശിപ്പിച്ച് താഴെയും കുറച്ച് കവുങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ എസ്റ്റേറ്റിന്റെ പിന്നെ വേറെ സെക്ഷനിലും 2003 ഭാഗത്ത് അവിടെയും കുറെ കവുങ്ങുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആന. അപ്പൊ ഇങ്ങനെ അത് പിന്നെ പുറത്ത് റബ്ബർ ആരതൊക്കെ റബ്ബറും നശിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. അത് പിന്നെ വ്യക്തതല്ല. പക്ഷെ അതാണ് ഇവിടെ നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ കമ്പനിയുടെ പിന്നെ ഇതിൽ പറയാണ്. കാരണം ഞങ്ങൾ രാവിലെ ഒരു കുറെ ആളുകൾ ഇവിടെ ടാപ്പിങ്ങിന് വരുന്ന ആളുകൾ 5:45, 6, 5:30 ആകുമ്പോൾ നേരത്തെ ടാപ്പിങ്ങിന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ആന കൂട്ടത്തോടെ കയറി പോണത് കാണാൻ പറ്റി. അതിപ്പോ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ജീവന് ഭീഷണിയാണ്. ഇങ്ങനെ ആവുമ്പോ പിന്നെ മൊത്തത്തിൽ തൊഴിലാളികളാകുമ്പോൾ രാവിലെ നേരത്തെ വരുന്ന ആൾക്കൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരാഴ്ച മുമ്പ് 10ഓളം വരുന്ന കാട്ടാനക്കൂട്ടം 100ഓളം കവുങ്ങുകളും മറ്റുപകരണങ്ങളും പൈപ്പ് ലൈനുകളും നശിപ്പിച്ചു. 3 ആഴ്ചയായി പുല്ലങ്കോട് എസ്റ്റേറ്റ് മലവാരത്തിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള കുല വന്നു തുടങ്ങിയ മേൽത്തരം കമുകുകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ഞാൻ ഒരു 5:30 വട്ടം വരെയായിരുന്നു. 5:30 വന്നപ്പോ അവിടെ ആ ഒതുക്കിന്റെ അവിടെ എത്തിയപ്പോ കവുങ്ങുകൾ കംപ്ലീറ്റ് പൊട്ടിച്ചതുണ്ട്. അപ്പൊ ഞാൻ അവിടെ വണ്ടി നിർത്തി ഹെഡ്ലൈറ്റ് ഇട്ട് നോക്കുമ്പോ ആനകൾ കയറി പോവുകയാണ്. ഒരു 4-5 ആന ഉണ്ടായി. അപ്പൊ അവരിങ്ങനെ കയറി പോകണ്ട്. അപ്പോ ഇവിടുന്ന് സോട്ടറാര് അങ്ങോട്ട് പോണവര് ഓണടിച്ച് വണ്ടി അങ്ങനെ വിട്ടു. ആന അങ്ങനെ കയറി അങ്ങോട്ട് മേപ്പിട്ട് പോയി എന്നല്ലാതെ ആന വലിയ ഇതൊന്നുമില്ല, അങ്ങനെ പോവുകന്നെ ആന. വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു. സ്രാമ്പിക്കല്ല് അങ്ങാടിക്ക് തൊട്ടടുത്താണ് ആനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. ആനകളെ തുരത്താൻ സോളാർ വേലികളോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തണമെന്നും തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തോക്കുകൾ വിട്ടുതരണമെന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ VP വീരാൻകുട്ടി ആവശ്യപ്പെട്ടു. അത് കുറെ ദിവസങ്ങളായി നിരന്തരം ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കൂട്ടം ഇറങ്ങി റബ്ബർ തൈകളും അതുപോലെ തന്നെ കവുങ്ങ് കായ് ഫലമുള്ള കവുങ്ങുകളും അല്ലാത്ത കവുങ്ങുകളും ധാരാളം നശിപ്പിക്കും ഓരോ ദിവസവും. അപ്പൊ ഇന്ന് പുലർച്ചെ നോക്കുമ്പോഴത്തേക്ക് 200-ൽ പരം കവുങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പരമ്പരാഗതമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് എസ്റ്റേറ്റിന്റെ ഉത്ഭവം മുതലുണ്ടായിരുന്ന 3 തോക്കുകൾ ഉണ്ടായിരുന്നു. ആ ലൈസൻസുള്ള തോക്കുകൾ. ആ ലൈസൻസുകൾ 2023 റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തതിനു ശേഷം പിന്നെ അത് പുതുക്കി കിട്ടിയിട്ടില്ല. അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്, വേറെ ഭീഷണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ റവന്യൂ ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവര് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു പിടിച്ചു വെക്കൽ കൊണ്ട് മാത്രമാണ് ഇത് ഡിലേ ആയി പോകുന്നതും ഈ ലൈസൻസ് കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, അത് ആന മാത്രമല്ല, കടുവ, പുലി, കരടി മുതലായ എല്ലാ വന്യജീവികളും ഉണ്ട്. തൊഴിലാളികൾ തന്നെ ഇത് തൊഴിലിന് വരാൻ വളരെയധികം ഭയപ്പെടുകയാണ്. കാരണം അവര് വന്നാൽ തിരിച്ചെത്തും എന്നുള്ളൊരു ഭീതിയാണ് അവർക്കുള്ളത്. കാരണം ഇതിന്റെ തൊട്ടടുത്തതാണ് ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് ഒരു തൊഴിലാളിയെ ഒരു കടുവ ആക്രമിച്ച് കൊന്നത്. അതിന്റെ ഭീതി തന്നെ ഇനിയും പോയിട്ടില്ല. അതിനുശേഷം ഇപ്പൊ ഈയിടെയായിട്ട് നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ ഒരു പശുവിനെ കടുവ ആക്രമിച്ചു. അതും കൂടുതൽ ആളുകളൊക്കെ വന്ന് ബഹളമൊക്കെ വെച്ചപ്പോഴത്തേക്ക് അതിനെട്ടിച്ച് പോയി. പട്ടാപ്പകലാണത് 11 മണിക്ക്. അതുപോലെ ഈ ആനകൾ നമ്മുടെ ഇപ്പൊ സോളാർ വേലി കുറച്ച് സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇനിയും 1 കിലോമീറ്റർ പരം ദൂരം സോളാർ വേലി ഇടാനുണ്ട്. അതിന് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പല അപേക്ഷകളൊക്കെ കൊടുത്ത് പല പ്രാവശ്യം സമീപിച്ചതാണെങ്കിലും അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൊണ്ട് തൊഴിലാളികൾ ഭീതിയിലാണ്. തൊഴിലാളി വീട്ടുകാർ അവരുടെ കുടുംബം ഇവരെ പറഞ്ഞയക്കാൻ പിടിച്ചു വെക്കുകയാണ്. നിങ്ങൾ ആ കടുവാക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ആനക്കാട്ടിലേക്ക് നിങ്ങൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പിടിച്ചത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരെന്താ വെച്ചാൽ അവരുടെ ജീവനോപാധിയാണ്. അതുകൊണ്ട് കുറെയൊക്കെ വരും. എന്നാലും ഞങ്ങൾക്ക് ഓരോ ദിവസവും 15, 20, 25 വരെ വേക്കൻസികൾ ഉണ്ടാവുകയാണ്.
കാരണം ഇവര് പേടിച്ചിട്ട് വരാതിരിക്കുക. അതായത് ഫോറസ്റ്റിന്റെ ആ ഏരിയയിലൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരാരും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉൽപാദന മേഖല ഉൽപാദനം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ രണ്ട് നഷ്ടമുണ്ട്. അതൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇതിനിപ്പോ തോക്കിന് ലൈസൻസ് കിട്ടുമെന്ന് വെച്ചാൽ നമ്മളിപ്പോ മൃഗങ്ങളെ വെടിവെക്കാനല്ല ഈ തോക്കിന്റെ അത് ആവശ്യപ്പെടുന്നത്, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള എനിക്ക്. ഇപ്പൊ ഒരു തോക്കുമായിട്ട് ഒരു വാച്ച്മാൻ ഇതിൽ നടക്കുകയാണെങ്കിൽ തന്നെ ടാപ്പിങ്ങുകാർക്ക് ഒരു ധൈര്യം ഉണ്ടാവും. അതുപോലെ പിന്നെ മൃഗങ്ങളിൽ തന്നെ പടക്കം പൊട്ടിച്ച് അഥവാ കയറി പോകാതെ നേരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ മാത്രം ഒന്ന് വേദനിപ്പിച്ച് വിടുക എന്നുള്ള അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ അവരെ വെടിവെക്കാനല്ല. ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പടക്കം പൊട്ടിക്കലാണ്. അപ്പൊ ഈ വാച്ച്മാൻമാരും പടക്കവും തോക്കുമായിട്ടാണ് നടന്നിരുന്നത്. ഇപ്പൊ വെറും പടക്കം മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഉൾപ്പെടെ മലയോര പ്രദേശങ്ങളിൽ സ്വകാര്യ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ഭീഷണിയിലാണ്. ജോലി ചെയ്യുന്നതിന് സുരക്ഷയൊരുക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.